ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അർജി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേസ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് വീഡിയോയാണ്. അപ്പോൾ അതായത് നമ്മൾ കൊല്ലം ആശ്രമം മൈതാനത്തേക്ക് എത്തിയിട്ടുള്ള വീഡിയോസാണിത്. അപ്പോൾ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ബാക്കി ഇനി അകത്തോട്ട് കയറാനായിട്ട് പോകുന്നുണ്ട്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, നമ്മൾ കൊല്ലം ആശ്രമം മൈതാനത്ത് എത്തിയിട്ടുണ്ട്. നമ്മളിതാ അങ്ങോട്ട് അകത്തോട്ട് കയറാൻ പോവുകയാണ്. ഇത് നമ്മൾ ആദ്യം കയറി ചെല്ലുന്ന ഫസ്റ്റ് എൻട്രിയാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് കയറുന്ന സ്ഥലത്ത് ഇവിടെ കുറച്ച് പക്ഷികളും പിന്നെ കുറച്ച് മരങ്ങളുടെ വേരും ഇതൊക്കെയാണ് നിൽപ്പുണ്ട്. അപ്പം ഇത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. അതുപോലെ നല്ല രസമുണ്ട്. പല സൈസിലും പല തരത്തിലുമുള്ള പക്ഷികളുണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ ഇവിടെ കിടന്ന് ഇങ്ങനെ പറക്കുന്നതും നല്ലൊരു ഇതാണ് കാണാനായിട്ട്. അത് കയറി ചെല്ലുന്നൊരു എൻട്രിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതാ കുറച്ച് മുമ്പോട്ട് വരുമ്പോഴത്തേക്കും റോബോട്ടിൻ്റെ ഇത്. അപ്പോൾ ഒരുപാട് റോബോട്ടിൻ്റെ കളികളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പം റോബോട്ടിൻ്റെ ഇതുണ്ട്. അപ്പോൾ നമുക്ക് അതും വീഡിയോയിൽ കാണാം. പിന്നെ കേസ് അതെല്ലാം കഴിഞ്ഞത് അകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അകത്തോട്ട് കയറിയപ്പോഴത്തേക്കും കടലിനടിയിൽ കൂടി പോകുന്നൊരു ഫീലിംഗ് സംഭവം. പലതരത്തിലുള്ള മത്സ്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങൾ കളറിലുള്ളത്, പിന്നെ അതുപോലെ തന്നെ വലിയ മത്സ്യങ്ങൾ. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. കാരണം അടിപൊളിയായിട്ടുണ്ട്. നല്ല സെറ്റിങ്സാണിത്. അടിപൊളി തന്നെ. കടലിനടിയിലും കാണുന്ന നമുക്ക് ഒരുപാട് മത്സ്യങ്ങൾ, പലതരത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത വെറൈറ്റി ആയിട്ടുള്ള മത്സ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടിപൊളി കാഴ്ച തന്നെയാണിത്. നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും. അപ്പം നിങ്ങളും പോയി കാണുന്നത്. ഇനിയൊരു കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. എന്തായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 26-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ച് ദിവസം കൂടിയൊക്കെ ഉള്ളൂ. അപ്പം പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോകാം. അതുപോലെ തന്നെ ടിക്കറ്റ് ചാർജ് 150 ആണ്.
അപ്പോൾ കുട്ടികൾക്ക് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ടിക്കറ്റ് ചാർജ് എടുക്കണ്ട, അല്ലാത്തവർക്കാണെങ്കിൽ ടിക്കറ്റ് എടുക്കണം. 150 രൂപയാണ്. പക്ഷേ 150 രൂപ മുടക്കി എടുത്താൽ എന്ത് നമുക്ക് കാണാൻ ഒരുപാടുണ്ട്. പക്ഷേ അടിപൊളി തന്നെയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പല തരത്തിലുള്ള മത്സ്യങ്ങൾ അത് പോയി കണ്ടാലേ അറിയാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് വളരെ മനോഹരമായിരിക്കുന്നുണ്ട്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ മത്സ്യകന്യകയാണ്. അപ്പം നമ്മൾ ഈ വെള്ളത്തിനടിയിലെ കാണുന്ന മത്സ്യകന്യക. അപ്പോൾ അതാണ് സംഭവം. കൊള്ളാം എന്തായാലും. അത് കുറേ നേരം ഇങ്ങനെ നിന്ന് പോയി. നല്ല ഭംഗിയുണ്ട് സംഭവം. എന്തായാലും അടിപൊളി തന്നെയാണ്. മത്സ്യകന്യക അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എന്താണ് ചാടിക്കളിക്കുന്നതും ഡാൻസ് ചെയ്യുന്നു. അതുപോലെ അതിനകത്ത് നിന്ന് തന്നെ നമുക്ക് ഹായ് പറയുന്നുണ്ട്. അത് കൊള്ളാം എന്തായാലും സംഭവം. അതൊക്കെ കാണേണ്ട ഒരു കാഴ്ചകൾ തന്നെയാണ്. അപ്പോൾ ഇതാ ഈ റോബോട്ടിൻ്റെ ഏരിയയിലുണ്ടല്ലോ പല തരത്തിലുള്ള റോബോട്ടുകളാണ്. അപ്പോൾ സംഭവം നല്ല രസമുണ്ട്. അതിൻ്റെ ഡാൻസ് ചെയ്യുന്നത്, അത് പാട്ടിട്ടിട്ടുണ്ട്. ആ പാട്ടിനനുസരിച്ച് ഇത് ഡാൻസും ചാട്ടവും ഭയങ്കര ഇതാണ്. അപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമാണ്. കാരണം കുട്ടികൾക്കല്ല വലിയവർക്കായാലും ഇഷ്ടപ്പെടും. ആരായാലും അത് നോക്കി നിന്ന് പോവും. കാരണം കുറേ പേര് ഇതിങ്ങനെ അടുത്തോട്ട് ചെല്ലുമ്പോൾ പേടിച്ച് വിളിച്ചുകൊണ്ട് ഓടുന്നു. കുറേ പേര് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ നല്ല ഭംഗിയുണ്ട് സംഭവം. എന്തായാലും നല്ല കാഴ്ച തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. നല്ല അത്രയ്ക്ക് നല്ലതായിട്ട്. ഇതിപ്പോൾ എത്ര കണ്ടാലും തീരില്ല. കാരണം അത്രയ്ക്കും ഭംഗിയുണ്ട്. കാരണം പല തരത്തിലുള്ള മത്സ്യങ്ങളാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഈ അക്വേറിയത്തിനകത്ത് കുറച്ച് പൂച്ചകൾ കിടക്കുന്നുണ്ട്. 2-3 ഐറ്റം പൂച്ചകൾ കിടന്നുറങ്ങുവാണ്. അതിനകത്ത് മീനും.
പക്ഷെ നല്ല ഭംഗിയുണ്ട് അത്. പിന്നെ അതാ കുറേ റൈഡുകൾ, കുട്ടികൾക്കുള്ള കുറേ കറങ്ങുന്ന സംഭവങ്ങളും അങ്ങനെയൊക്കെയുള്ള കുറേ കുട്ടികളുടേതായ കുറേ റൈഡുകളൊക്കെ ഉണ്ട് സംഭവം. പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള കച്ചവടക്കാർ നമ്മളെ ഈ മേള കണക്ക് ഒരുപാട് സാധനങ്ങൾ മേടിക്കാനായിട്ടൊക്കെ, എന്ന് വെച്ചാൽ പല ഐറ്റം സാധനങ്ങളും വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകൾ, അതുപോലെ തന്നെ സ്നാക്സ്, പിന്നെ അതുപോലെ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ, അങ്ങനെ പലതരത്തിലുള്ള കച്ചവടക്കാരുണ്ട്. പിന്നെ കുട്ടികളുടെ റൈഡ് ആയാലും അതുപോലെ തന്നെ. പിന്നെ ഈ റൈഡിൽ കയറണമെങ്കിൽ സെപ്പറേറ്റ് പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഗേസ് നമ്മളിതാ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വിനീത് ശ്രീനിവാസൻ്റെ ഗാനമേളയാണ്. പക്ഷേ അടിപൊളി സോങ് ആയിരുന്നു. പക്ഷേ എനിക്ക് ഇടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് അടിക്കും. അപ്പോൾ കോപ്പിറൈറ്റ് അടിക്കുന്നത് കൊണ്ടിട്ടാണ് ഞാൻ സോങ് ഇടാത്തത്. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല അടിപൊളി ഗാനമേളയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് നിന്ന് പോവും, അത്രയ്ക്ക് വളരെ മനോഹരമായിരുന്നു സംഭവം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഗാനമേളയൊക്കെ കേട്ടു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് പോകുന്നു. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.